ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് കൊണ്ടുവരണം എന്നാട്ടോ നോക്കാൻ പോകുന്നത്. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എൻഷുവേഴ്സ് ദ റൈറ്റ് പേഴ്സൺ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ് അറ്റ് ദ റൈറ്റ് ടൈം. എടാ, നമ്മളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് എന്തായിരിക്കണം മക്കളെ? റൈറ്റ് മെസ്സേജ് ആയിരിക്കണം അല്ലെ? പിന്നെന്തായിരിക്കണം? റൈറ്റ് ടൈമിൽ അത് കിട്ടണ്ടേ? എടാ, നാളെ നാളെ ക്ലാസ് ഇല്ലാന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് നാളെ വൈകുന്നേരം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് റൈറ്റ് ടൈമില് റൈറ്റ് പേഴ്സൺ, ഞാനിപ്പോ നിങ്ങളുടെ അല്ലാത്ത വേറെ ഏതോ ബാച്ചിൽ കൊണ്ടുപോയിട്ട് അപ്പൊ അത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യണം, റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ റൈറ്റ് മെസ്സേജ് ആയിരിക്കണം, റൈറ്റ് ടൈമിനാണ് ഇത് അവൈലബിൾ ആവുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇറ്റ് ഷുഡ് ബി ടൈംലി, അതാ മക്കളെ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? ടൈംലി കിട്ടണം, ആവശ്യമുള്ള സമയത്ത് കിട്ടണം. കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? അക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കണം. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ആവാൻ പാടില്ല. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്തായിരിക്കണം മക്കളെ? റെലവെന്റ് ആയിരിക്കണം. ഓവർലോഡ് ആയിട്ട് എന്തൊക്കെയോ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ല വേണ്ടത്. അതായത് ഇൻഫർമേഷൻ റെലവെന്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിനെക്കുറിച്ച് മാത്രം എന്തായിരിക്കണം? പ്രതിപാദിച്ചത് ആയിരിക്കണം കമ്മ്യൂണിക്കേഷന്. പിന്നെന്താണ് പറയുന്നത് അടുത്ത പോയിന്റ്? ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ്. എന്താ മക്കളെ ഡയറക്റ്റഡ് എന്ന് വെച്ചാൽ? സെൻഡ് ടു ദ റൈറ്റ് പീപ്പിൾ. എടാ, ഞാനിപ്പോ ACCക്ക് നാളെ ക്ലാസ് ഇല്ല എന്നുള്ളത് CMA ഗ്രൂപ്പിൽ പറഞ്ഞാൽ റെഡി ആവുമോ? നോ. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ACC സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടേ. അതാണ് അടുത്ത പോയിന്റ്. ഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഡ് ടു ദ റൈറ്റ് പീപ്പിളിന് അതെന്ത് ചെയ്യണം? നമ്മള് അയച്ചു കൊടുക്കണം. പിന്നെ എന്തായിരിക്കണം കമ്മ്യൂണിക്കേഷൻ? അണ്ടർസ്റ്റാൻഡബിൾ, ക്ലിയർലി പ്രസന്റ് ചെയ്യണ്ടേ? ക്ലിയർലി പ്രസന്റ് ചെയ്യണ്ടേ? ഞാൻ ലീവ് ആണ് എന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങൾ മനസ്സിലായോ? ഏത് ഡേറ്റില് എന്തുകൊണ്ട് ലീവ് എന്ന് പറയണ്ടേ? അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അടുത്ത മക്കളെ എന്താ? കോസ്റ്റ് എഫക്റ്റീവ് അല്ലെ? റീസണബിൾ കോസ്റ്റ് എന്ത് ചെയ്യണം? കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ചിലപ്പോ കമ്മ്യൂണിക്കേഷൻ പറയാൻ വരുന്ന കോസ്റ്റ് ഇപ്പൊ 10 ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനോട് കിട്ടുന്ന ബെനിഫിറ്റ് എത്ര? 5 ആണെങ്കിൽ അതിൽ കോസ്റ്റ് എഫക്റ്റീവ് ഉണ്ടോ? നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് എഫക്റ്റീവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നോക്കണം. ഇനി എന്തൊക്കെയാ മക്കളെ ഒരു ഇമ്പോർട്ടൻസ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്ക് എൻഷ്യൂർ ക്ലാരിറ്റി ഇൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് റോൾസ്. അതായത് എല്ലാ ഇൻസ്ട്രക്ഷൻസിനും റോൾസിനും ഒക്കെ എന്തുണ്ടാവും? ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവില്ലേ? നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ ഉണ്ടാവും. പിന്നെന്താ മക്കളെ? ഇംപ്രൂവ് കോർഡിനേഷൻ അല്ലെ? നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ എന്താവും? ബിസിനസ്സിലെ ഓർഗനൈസേഷനിലെ കോർഡിനേഷൻ നല്ലപോലെ ഉണ്ടാവൂലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യും നല്ല തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? നല്ല പ്ലാനിങ്ങും കൺട്രോളും നടക്കും. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നതിലൂടെ പ്ലാനിങ് നടക്കും അല്ലെ? നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം ബിസിനസ്സിൽ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എന്താവും? ഭയങ്കര ബെറ്റർ ആവും. അതേപോലെ തന്നെ ബൂസ്റ്റ് ഇന്നോവേഷൻ. നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളത് വഴി ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പുതിയ പുതിയ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായി തുടങ്ങും. അപ്പൊ മക്കളെ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ അത് എന്ത് ബിൽഡ് ചെയ്യും? ട്രസ്റ്റ് ആൻഡ് റെഡ്യൂസ് കോൺഫ്ലിക്ട്. നല്ല തരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തിലേക്ക് ഹെൽപ്പ് ചെയ്യും മക്കളെ? ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ കോൺഫ്ലിക്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവോ? നോ. കോൺഫ്ലിക്ട് എന്താവുകയും ചെയ്യും? പോവുകയും ചെയ്യും. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി മക്കളെ നമുക്ക് പറയാനുള്ളത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എന്താ മക്കളെ ബാരിയർ എന്ന് പറഞ്ഞാൽ? ബാരിയർ എന്ത് ചെയ്യും? ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അല്ലെ, തടയാ അല്ലെ? ബാരിയർ ക്യാൻ സ്റ്റോപ്പ് എ മെസ്സേജ് ഫ്രം ബീങ് ഡെലിവേർഡ്, അണ്ടർസ്റ്റുഡ് ഓർ ആക്ടഡ് അപ്പോൺ. അതായത് ചില കാരണങ്ങളാൽ എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചില മെസ്സേജ് എന്ത് ചെയ്യില്ല മക്കളെ? ഡെലിവേർഡ് ആവില്ല. ആ കാരണങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എന്താണ് മക്കളെ പേര് പറയാ? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നാണ് പേര് പറയാം. ഓക്കെ, അതിൽ ഒന്നാമതാണ് എന്ത് മക്കളെ? സ്റ്റാറ്റസ് ഡിഫറൻസ്. മൈനോർ റെഫർ നോട്ടിലുണ്ടോ നോക്കട്ടെ? 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇത് നോക്കിയെടുക്കാം. എന്താ മക്കളെ സ്റ്റാറ്റസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ? ഇവിടെ നോക്കിക്കേ. ആൻഡ് ഇന്റേൺ മീൻസ് ദി സൈലന്റ് ഇൻ മീറ്റിംഗ്സ് ഔട്ട് ഓഫ് ഫിയർ ഓഫ് സ്പീക്കിംഗ് ടു സീനിയർ മാനേജർ. എടാ, ഞാനിപ്പോ എന്റെ സീനിയർ മാനേജറുമായിട്ട്, ഞാൻ ലോ ലെവൽ എംപ്ലോയി ആണ്, ഞാൻ എന്റെ സീനിയർ മാനേജറുമായിട്ട് സംസാരിക്കാനായിട്ട് പേടിക്കുകയാണ്, ഭയമാണ് എനിക്ക്. അപ്പൊ മീറ്റിംഗില് അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സംസാരിക്കുവോ? ഇല്ല. അപ്പൊ അത് അവിടെ മെസ്സേജ് ഡെലിവേർഡ് ആവോ? നോ. ആ മെസ്സേജ് ഡെലിവേർഡ് ആവൂടാ? ഇല്ല. അതാണ് സ്റ്റാറ്റസ് ഡിഫറൻസ്. ഒന്നാമത്തത് എന്താണ്? സ്റ്റാറ്റസ്
സ്റ്റാറ്റസ് ഡിഫറൻസ്. അതായത് ഞാൻ ലോ ലെവലുള്ള എംപ്ലോയി ആണ്, ഞാൻ എന്ത് ചെയ്യാം മക്കളെ, ഭയക്കാണ് എന്റെ സീനിയർ മാനേജറെ മീറ്റിംഗിൽ സംസാരിക്കാനായിട്ട്. അപ്പൊ മെസ്സേജ് എന്ത് ചെയ്യില്ല, ഡെലിവേർഡ് ആവില്ല. അതൊരു ബാരിയർ ആണ്. അടുത്തതാണ് മക്കളെ ലാംഗ്വേജ് ഓർ ജാർഗൺ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂസിങ് ടെക്നിക്കൽ ടേംസ് ലൈക്ക് B2B CRM സ്ട്രാറ്റജി മേ കൺഫ്യൂസ് നോൺ സ്പെഷ്യലിസ്റ്റ്. അതായത് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മനസ്സിലാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അതെന്താവില്ല മക്കളെ, ഡെലിവേർഡ് ആവുമോ? കാരണം അയാൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതൊരു ബാരിയർ ആണ്. മെസ്സേജ് ഡെലിവേർഡ് ആകുമോ? ഡെലിവേർഡ് ആവില്ല. അതായത് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആൾക്ക് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുണ്ടാവുമോ? നോ. അടുത്തതാണ് മക്കളെ കോൺഫ്ലിക്ട് ഉണ്ടായാൽ സംസാരിക്കില്ല. ഇഫ് ടു ടീം മെമ്പേഴ്സ് ഡിസ്ലൈക്ക് ഈച്ച് അതർ ദേ മൈറ്റ് അവോയ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അല്ലെ, രണ്ട് ടീമിലെ മെമ്പേഴ്സ് തമ്മിൽ എന്താണ്, വഴക്കാണ്. അപ്പൊ ഇവര് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? ഇല്ല. ഉള്ള കാര്യം പോലും എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതെന്ത് ചെയ്യും മക്കളെ, അതെന്ത് ചെയ്യും, കോൺഫ്ലിക്റ്റ് കാരണം നമ്മുടെ മെസ്സേജ് ഡെലിവേർഡ് ആവില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മുടെ മെസ്സേജ് എന്ത് ചെയ്യില്ല, ഡെലിവേർഡ് ആവില്ല. അടുത്ത പോയിന്റ് ആണ് മക്കളെ ഓവർലോഡ്. എക്സാമ്പിൾ നോക്കാം. സെൻഡിങ് 20 ഇമെയിൽസ് ഇൻ 1 hour മേ ഓവർവെൽം someone and cause them to miss important points. എടാ, അറ്റ് ടൈം നമ്മളിപ്പോ 20 മെയിലൊക്കെ ഒരാൾക്ക് അയക്കുക, 20 മെയിൽ അയക്കുക, ഓവർലോഡ് ആവും അല്ലെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് മെസ്സേജസ് പിക്കപ്പ് ചെയ്യാനായി പറ്റുമോ? ഇല്ല. അപ്പൊ മെസ്സേജ് ഡെലിവേർഡ് ആവുമോ? ഇല്ല. അപ്പൊ അതെന്താണ്, ഒരു ബാരിയർ ആണ്. അടുത്ത മക്കളെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരു ബാരിയർ ആണ്. എന്താ ഡിസ്റ്റൻസ് നോക്കാം. വർക്കിംഗ് റിമോട്ട്ലി വിതൗട്ട് റെഗുലർ അപ്ഡേറ്റ്സ് ആൻഡ് ലീഡ് ടു ഡിലേസ്. എടാ, ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, റിമോട്ട്ലി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ, അവിടെ വരുന്ന എനിക്ക് കറക്റ്റ് ആയിട്ട് എന്റെ എന്ത് ചെയ്യും, സോറി, റെഗുലർ അപ്ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ഡിസിഷൻസ് എന്ത് ചെയ്യും, ഡിലേ ആവില്ലേ? എടാ, ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഡിസിഷൻസ് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർലി അപ്ഡേറ്റ് ആയി കിട്ടുന്നില്ല, റെഗുലർ ആയി അപ്ഡേറ്റ് ചെയ്ത് തരുന്നില്ല. അപ്പൊ എന്താവും എടാ, എന്റെ ഡിസിഷൻസും വർക്കും ഒക്കെ ഡിലേ ആവില്ലേ? അപ്പൊ അതെന്ത് പ്രോബ്ലം, അതെന്ത് ബാരിയർ? ഡിസ്റ്റൻസ് ബാരിയർ ആണ്. മക്കളെ പേഴ്സണൽ ഡിഫറൻസ് ബാരിയർ എന്താ നോക്കാം. വൺ പേഴ്സൺ മേ പ്രിഫർ റിട്ടൺ ഇൻസ്ട്രക്ഷൻ, അനദർ മേ പ്രിഫർ വെർബൽ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ക്യാൻ ഹാപ്പൻ. അതായത് നോക്കിക്കേ, ഒരാൾക്ക് എഴുതി ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വേണ്ടി വരിക, ഒരാൾക്ക് വെർബൽ, ഒരാൾ അങ്ങോട്ട് പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ എന്ത് ചെയ്യും, ഇവര് തമ്മിൽ എന്ത് ചെയ്യും, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വരൂലേ? അപ്പൊ എന്താവില്ല, ഒരു മെസ്സേജ് എന്ത് ചെയ്യില്ല, ഡെലിവേർഡ് ആവില്ല. അപ്പൊ നമ്മള് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. ഇതൊക്കെയാണ് സ്റ്റാറ്റസ് ഡിഫറൻസ് ഒന്നാമത്തത്. പിന്നെ എന്താ, ലാംഗ്വേജ് അല്ലെ. പിന്നെ കോൺഫ്ലിക്ട് ഉണ്ടായാൽ ഇവർ സംസാരിക്കില്ല, അവരുടെ മെസ്സേജ് ഡെലിവേർഡ് ആവില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ, ഓവർലോഡ് ആവുക. പിന്നെന്താ, ഡിസ്റ്റൻസ് ഒരു ബാരിയർ ആണ്. പിന്നെന്താ, പേഴ്സണൽ ഡിഫറൻസസ് ഒരു ബാരിയർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മക്കളെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണോനോ ഇൻഎഫക്റ്റീവ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്കിൽ അവിടെ വരുന്ന കോൺസിക്വൻസസ് ആണ് പറയുന്നത്. നമ്മൾ ഇനി എന്താ ടോപ്പിക് പറയാൻ പോകുന്നത്, ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ബിസിനസ്സിൽ ഉള്ളതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന്. ലാക്ക് ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. മുകളിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ സീനിയർ മാനേജർ എന്ത് ചെയ്യുന്നില്ല, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല വെച്ചാൽ താഴെയുള്ള എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ നോക്കാം. പുവർ അവയർനെസ് ഓഫ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് അറ്റ് ലോവർ ലെവൽ മാനേജ്മെന്റ്. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് അവർക്ക് അറിയാൻ പറ്റുമോ? ലോവർ ലെവലിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, മുകളിലുള്ള ആൾക്കാര് താഴെയുള്ള ആൾക്കാരായിട്ട് ഡൗൺവേർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താക്കും മക്കളെ, എംപ്ലോയീസിന് ലോ മൊറൽ, അതായത് ലോ സാറ്റിസ്ഫാക്ഷൻ, ഡിസാറ്റിസ്ഫാക്ഷൻ ആക്കി മാറ്റും അല്ലെ. അവർക്ക് ഇഷ്ടമുണ്ടാവുക വർക്ക് ചെയ്യാനായിട്ട്, അവർക്ക് ഇട്ട കാരണങ്ങളും അറിയില്ല. പിന്നെ എന്ത് സംഭവിക്കട്ടെ, എംപ്ലോയീസ് പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വർക്കിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് മുകളിലുള്ള ആൾക്കാർ താഴെയുള്ള എംപ്ലോയീസിനോട് കറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എംപ്ലോയീസിന് വർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാവോ? ഇല്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാവോ? ഇല്ല. അപ്പൊ നമ്മളിപ്പോ നോക്കുന്ന എന്താ മക്കളെ, ഹെഡിങ് ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ കൊണ്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ കോൺസിക്വൻസ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാ, ഏതുമായി ബന്ധപ്പെട്ടതാണ്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലുള്ള കോൺസിക്വൻസസ്. ഒന്നാമത് ലോവർ മാനേജ്മെന്റ് ലെവലിലുള്ളവർ എന്തായിരിക്കും, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കില്ല. പിന്നെന്താ മക്കളെ, എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അടുത്ത എന്താ മക്കളെ, പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വർക്കിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവർക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ഇൻസ്ട്രക്ഷനും റെസ്പോൺസിബിലിറ്റീസ് എന്താ അവർക്കുള്ളതെന്നില്ല, അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ മനസ്സിലാവണമെന്ന് ഇല്ല. ഇനി മക്കളെ നമ്മൾ പറയാൻ പോകുന്നത് ലാക്ക് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, മുകളിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നില്ല. അതൊരു പ്രശ്നമല്ലേ. അപ്പൊ നമുക്ക് റഫർ നോട്ടിൽ നോക്കി വായിക്കാം. ഓക്കെ,
ലാക്ക് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളെങ്കിലുള്ള പ്രശ്നങ്ങൾ നോക്കിക്കേ. മിസ്ഡ് വാർണിംഗ്സ്. എന്താ മക്കളെ മിസ്ഡ് വാർണിംഗ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഫെയിൽ ടു ഹിയർ അബൌട്ട് ഏർലി സൈൻസ് ഓഫ് പ്രോബ്ലംസ്. എക്സാമ്പിൾ പറയട്ടെ സാറ്. എ ഫാക്ടറി വർക്കർ നോട്ടീസസ് എ സ്ട്രേഞ്ച് നോയ്സ് ഇൻ എ മെഷീൻ ദാറ്റ് മൈറ്റ് സിഗ്നൽ എ ഫ്യൂച്ചർ ബ്രേക്ക് ഡൗൺ. അതായത് ഫാക്ടറിയിലുള്ള ഒരു എംപ്ലോയി എന്തായടാ, ഒരു മെഷീൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വോയിസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാനുള്ള സൂചനയാണ്? മെഷീൻ ഇപ്പൊ അടുത്ത ദിനങ്ങളിലായി എന്താവും, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതായി അല്ലെ. അപ്പൊ ഇദ്ദേഹം എന്താണ്, ബട്ട് സിൻസ് വർക്കേഴ്സ് ആർ നോട്ട് എൻകറേജ് ടു സ്പീക്ക് അപ്പ്, അവർ എന്ത് ചെയ്യുന്നില്ല, ധൈര്യമില്ല സംസാരിക്കാനായിട്ട്. ദ ഇഷ്യൂ ഈസ് നോട്ട് റിപ്പോർട്ടഡ്. ഇഷ്യൂ റിപ്പോർട്ട് ആവോ? ഇല്ല. ലേറ്റർ ദ മെഷീൻ ഫെയിൽസ് ആയി, കോസിംഗ് പ്രൊഡക്ഷൻ ഡിലേ ആൻഡ് കോസ്റ്റ്ലി റിപ്പയർസും ഒക്കെ വരൂലേ. ഒരു മെഷീൻ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്തിട്ടില്ല, അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ല അല്ലെ, മെഷീൻ ഫെയിൽ ആയി. അപ്പൊ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ ഡിലേ സംഭവിക്കുമോ? പ്രൊഡക്ഷൻ ഡിലേ ആവും. പിന്നെ എന്ത് സംഭവിക്കും? റിപ്പയർ ചെയ്യാനായിട്ട് നല്ല കോസ്റ്റ്ലി ആവും. അപ്പൊ എന്താണ് ഇത്? അതാണ് പറയുന്നത് മിസ്ഡ് വാർണിംഗ്സ്. അതായത് അപ്വേർഡിന്ന് അല്ലെങ്കിൽ സോറി ഡൗൺവേർഡിന്ന് മുകളിലേക്ക് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? മിസ്ഡ് വാർണിംഗ്സ്. വാർണിംഗ്സ് എന്താവും? മിസ്സാവും. അതായത് സൈൻസ് ഓഫ് പ്രോബ്ലംസ്. എടാ, മുകളിലുള്ള മാനേജ്മെന്റിന് മനസ്സിലാവും ഈ മെഷീൻ കേടാണോ എന്നുള്ള കാര്യം. ഇല്ല, അത് ആർക്കാണ് മനസ്സിലാവുന്നുണ്ടായിരിക്കുക? എംപ്ലോയീസിനായിരിക്കും. അപ്പൊ അത് മിസ്ഡ് വാർണിംഗ്സ് എന്തായും? മിസ്സായി പോകും. അടുത്ത പ്രശ്നം എന്താ മക്കളെ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് എംപ്ലോയി ഇൻപുട്ട്. എന്താ? വാല്യുബിൾ സജഷൻ ഫ്രം സ്റ്റാഫ് ആർ ഇഗ്നോർഡ് ആൻഡ് നെവർ റിസീവ്ഡ്. നോക്കിക്കേ, എ കസ്റ്റമർ സർവീസ് എംപ്ലോയി ഡെവലപ്പ് എ ഫാസ്റ്റർ വേ ടു ഹാൻഡിൽ ക്ലയന്റ് കംപ്ലൈന്റ്സ്. എടാ, ഒരു കസ്റ്റമർ സർവീസിലുള്ള ഒരു എംപ്ലോയി എന്ത് ചെയ്തു? കസ്റ്റമർ കംപ്ലൈന്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു എന്തൊരു മെത്തേഡ് കണ്ടെത്തി അല്ലെ. പെട്ടെന്ന് എന്താ കംപ്ലൈന്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു എന്ത് കണ്ടെത്തി? ഒരു ഡെവലപ്പ് ചെയ്തു എന്തൊരു കാര്യം. ബട്ട് ദർ ഇസ് നോ സിസ്റ്റം ഫോർ ഷെയറിംഗ് ഐഡിയാസ് അപ്പോർട്സ്. അതായത് അവിടെ എന്തില്ല, ആ കമ്പനിയിൽ എന്തില്ല, മുകളിലുള്ള ആൾക്കാരുമായിട്ട് ഈ ഒരു ഐഡിയാസ് പറയാനായിട്ട് ഒരു സിസ്റ്റം നിലവിൽ ഇല്ല. അപ്പൊ അത് കമ്പനി എന്ത് ചെയ്യും? ഇടാം മിസ്സസ് എ ചാൻസ് ഓഫ് ഇംപ്രൂവ് എഫിഷ്യൻസി അല്ലെ. അവരുടെ കസ്റ്റമർ കംപ്ലൈൻസ് കുറയ്ക്കാനുള്ള നല്ലൊരു കാര്യം അവിടെയുള്ള എംപ്ലോയിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ എംപ്ലോയി പറയാത്തത് കാരണം എന്ത് ചെയ്യും? ലോസ് ഓഫ് എംപ്ലോയി ഇൻപുട്ട്. ആ ഇൻപുട്ട് എന്ത് ചെയ്യില്ല, മുകളിലുള്ള മാനേജേഴ്സ് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അല്ലെ. അടുത്തത് എന്താ മക്കളെ? ഹാർഡർ ടു മാനേജ് ഓർ ഇൻട്രൊഡ്യൂസ് ചേഞ്ച്. എന്താ? മാനേജ്മെന്റ് സ്ട്രഗിൾസ് ടു മേക്ക് ചേഞ്ചസ് ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ എംപ്ലോയീസ് ഫീൽ ഓർ വാട്ട് സപ്പോർട്ട് ദേ നീഡ്. നോക്കിക്കേ, ദ കമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിടാ, കൊണ്ടുവന്നു. ആരോടോ ചോദിച്ചിട്ടാണോ? നോ, വിത്തൗട്ട് ആസ്കിങ് എംപ്ലോയീസ് ഇഫ് ദേ ആർ റെഡി ഓർ ട്രെയിൻഡ്. അവരോട് നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ റെഡി ആണോ ഈ സോഫ്റ്റ്വെയർ എടുക്കാനായിട്ട്, നിങ്ങൾ ട്രെയിൻഡ് ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റാഫ് ബിക്കം കൺഫ്യൂസ്ഡ് ആവൂലേ, ആൻഡ് റെസിസ്റ്റന്റ്, ആൻഡ് ദ ട്രാൻസിഷൻ ഫെയിൽസ് ബിക്കോസ് മാനേജ്മെന്റ് ഡിഡിന്റ് റിസീവ് ഹോണസ്റ്റ് ഫീഡ്ബാക്ക് അല്ലെ. എടാ, എംപ്ലോയീസിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവർ ഫീഡ്ബാക്ക് പറയാൻ പറ്റും അവർക്ക്? ഇല്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഹാർഡ് ടു മാനേജ് ഇൻട്രൊഡ്യൂസ് ചേഞ്ച് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്തിന്? ടു മേക്ക് ചേഞ്ചസ് ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ എംപ്ലോയീസ് ഫീൽ. അതായത് അവരെന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലല്ലോ. അതായത് താഴത്തു നിന്നുള്ള ആൾക്കാർ മുകളിലുമായിട്ടുള്ള അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ അപ്വേർഡ് ഉള്ളവർക്ക് മനസ്സിലാവോ എംപ്ലോയീസിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവോ? നോ. അപ്പൊ എന്ത് ചെയ്യണം? ഇറ്റ്സ് റിയലി ഹാർഡ് ടു മാനേജ്. അപ്പൊ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലുള്ള മൂന്ന് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? വാർണിംഗ്സ് മിസ്ഡ് ആവും. രണ്ടാമത്തെ എന്താണ്? എംപ്ലോയിന്റെ ഇൻപുട്ട് ലോസ് ആവും. മൂന്നാമത്തേത് എന്താണ്? ഹാർഡ് ടു മാനേജ് അല്ലെ, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചേഞ്ച്, പുതിയ ചേഞ്ച് കൊണ്ടുവരാൻ എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാക്ക് ഓഫ്, ഇവിടെ എന്തിട്ട പോയിന്റ്? ലാക്ക് ഓഫ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. എന്താ മക്കളെ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ? ഇവിടെ വായിച്ചു നോക്കിക്കേ. ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓർ ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ സെയിം ലെവൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ACCA പഠിക്കുന്ന ടീച്ചേഴ്സായിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ്? ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ അതായത് സെയിം പീപ്പിൾ അല്ലെങ്കിൽ സെയിം ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ലെങ്കിൽ, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്താ മക്കളെ? പുവർ കോർഡിനേഷൻ. ഇവിടെ ACCA BT എടുക്കുന്ന ഞാനാണ്, അവിടെ വേറെ സാറ്, അവിടെ ഇപ്പൊ FM എടുക്കുന്ന വേറെ സാറാന്ന് വിചാരിച്ചോ. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതാക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കോർഡിനേഷൻ ഉണ്ടാവോ? ഇല്ല, പുവർ കോർഡിനേഷൻ ആയിരിക്കും. ഡിപ്പാർട്ട്മെന്റ്സ് ഫെയിൽ ടു വർക്ക് ടുഗദർ സ്മൂത്ത്ലി അല്ലെ. സ്മൂത്ത് ആയിട്ട് പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ലീഡിങ് ടു കൺഫ്യൂഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അതായത് എന്തിലേക്ക് വരും? കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഒരു പ്രാവശ്യം ചെയ്ത തന്നെ പിന്നെ എന്തെയും റിപ്പീറ്റഡ് ആവും. അപ്പൊ കൺഫ്യൂഷൻ വരും. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. എ മാർക്കറ്റിംഗ് ടീം ലോഞ്ചസ് എ ക്യാമ്പയിൻ ഓഫറിംഗ് 20% ഡിസ്കൗണ്ട് ഒരു ഓഫർ ചെയ്തു. ബട്ട് ദേ ഡോണ്ട് ഇൻഫോം ദ സെയിൽസ് ഓർ കസ്റ്റമർ സർവീസ് ടീംസിന് എന്ത് ചെയ്തിട്ടില്ല?
ഇവര് പറഞ്ഞിട്ടില്ല. മാർക്കറ്റിംഗ് ടീമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 20% ഡിസ്കൗണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല, കസ്റ്റമർ സർവീസ് ടീംസുമായിട്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. ആസ് എ റിസൾട്ട്, സെയിൽസ് സ്റ്റാഫ് ആർ അൺഅവെയർ ഓഫ് ദ ഓഫർ ആൻഡ് ഗിവ് റോങ് ഇൻഫർമേഷൻ ടു കസ്റ്റമേഴ്സ്, കോസിംഗ് ഫ്രസ്ട്രേഷൻ ആൻഡ് ലോസ് ഓഫ് സെയിൽസ്. എടാ, ഈ കസ്റ്റമർ സർവീസിലുള്ള ആൾക്കാർക്ക് ഈ ഡിസ്കൗണ്ടിനെ കുറിച്ച് അറിയില്ല, പക്ഷെ മാർക്കറ്റിംഗുകാർ അത് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവിടെ? ലോസ് ഓഫ് റവന്യൂ ലോസ് ആവില്ലേ? അല്ലെ? സെയിൽസ് സ്റ്റാഫ് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആവും, ഇങ്ങനെ ഒരു ഓഫർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ? അതാണ് പുവർ കോർഡിനേഷൻ. ഒന്നാമത്തെ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ സെയിം ലെവൽ ഓഫ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ മനസ്സിലായാലോ? പുവർ കോർഡിനേഷൻ ആയിരിക്കും. അടുത്ത മക്കൾ എന്താ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റൽ റിവാൽറി. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ റിവാൽറി എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോഓപ്പറേഷൻ മേ ക്രിയേറ്റ് കോമ്പറ്റീഷൻ ഓർ ബ്ലെയിം ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ടീം വർക്ക്. അതായത് ടീം വർക്കിനെ മൊത്തമായിട്ട് നോക്കാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെയിം ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബ്ലെയിം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും. നോക്കാം. The IT team blame the operation team for slow system performance, while operation blame IT for poor maintenance. Instead, solving the issue together, both department argues slowing down progress, harming productivity. അതായത് ഇവിടെ നോക്കിക്കേ, IT ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻസിന് എന്ത് ചെയ്യാണ്, ബ്ലെയിം ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്? ലോ സിസ്റ്റം പെർഫോമൻസ് ആയിട്ട്. പക്ഷെങ്കിൽ വൈൽ ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്? IT-നെയാണ് എന്ത് ചെയ്യുന്നത്, ബ്ലെയിം ചെയ്യുന്നത് പുവർ മെയിൻ്റനൻസ് ആയിട്ട്. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, സെയിം ഡിപ്പാർട്ട്മെന്റിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, വഴക്ക് കൂടാണ്, ആർഗ്യൂ ചെയ്യാണ്. ഇത് എന്തിലേക്ക് ബാധിക്കേണ്ട? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കില്ലേ? ഹാമിങ് അവർ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, ഹാം ചെയ്യും. നമ്മുടെ പ്രോഗ്രസ് ഒക്കെ എന്താവും, സ്ലോ ഡൗൺ ആവും അല്ലെ? അതാണ് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റൽ റൈവൽറി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോബ്ലം ആണ് മക്കളെ, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലുള്ള അടുത്ത പ്രോബ്ലം ആണ് ലാക്ക് ഓഫ് അഡ്വൈസ് ആൻഡ് ഇൻവോൾവ്മെന്റ് ബൈ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ്. നോക്കിക്കേ, എക്സ്പെർട്ട് ഓർ സ്പെഷ്യലിസ്റ്റ് ആർ ലെഫ്റ്റ് ഔട്ട് ഓഫ് പ്ലാനിംഗ് ഓർ ഡിസിഷൻസ്, റെഡ്യൂസിങ് ക്വാളിറ്റി ഓർ എഫിഷ്യൻസി. എക്സാമ്പിൾ നോക്കിയാലോ, HR ഡിപ്പാർട്ട്മെന്റ് പ്ലാൻസ് എ ന്യൂ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. എടാ, നമ്മുടെ കമ്പനിയിൽ HR പുതിയൊരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരാളുടെ പെർഫോമൻസ് നോക്കുക അല്ലെ, അപ്രൈസൽ സിസ്റ്റം കൊണ്ടുവന്നു. ബട്ട് doesn't consult the training department വന്നിട്ടില്ല. ആസ് എ റിസൾട്ട്, സിസ്റ്റം ഓവർലുക്ക് കീ സ്കിൽസ് ഡെവലപ്മെന്റ്, മേക്കിംഗ് ഇറ്റ് ലെസ് എഫക്റ്റീവ് ആൻഡ് ഹാർഡർ ടു ഇംപ്ലിമെന്റ്. ഇവിടെ നോക്കിക്കേ, എക്സ്പെർട്ട് ഓർ സ്പെഷ്യലിസ്റ്റ് ആർ ലെഫ്റ്റ് ഔട്ട് ഓഫ് പ്ലാനിംഗ് ഓർ ഡിസിഷൻസ്, റെഡ്യൂസിംഗ് ക്വാളിറ്റി ഓർ എഫിഷ്യൻസി. അതായത് ലാറ്ററൽ, നമ്മളിപ്പോ പഠിക്കുന്നത് എന്താ, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. സെയിം ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ലെങ്കിൽ അതിലുള്ള എക്സ്പെർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകാർ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ഇടപെടുവോ? ഇല്ല. അപ്പൊ അവർ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് എന്തിനെ എഫക്ട് ചെയ്യും മക്കളെ? ക്വാളിറ്റിനെ എഫക്ട് ചെയ്യില്ലേ? എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യില്ലേ? യെസ്, ഇതൊക്കെ ബാധിക്കും അല്ലെ? ആ ഒരു ടീമിലുള്ള എക്സ്പേർട്ടും അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പ്ലാനിങ്ങിലോ ഡിസിഷൻസിലോ ഒന്നും എന്ത് ചെയ്യില്ല, ഇടപെടില്ല അല്ലെ? കാരണം എന്താ, അവിടെ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ആ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെർട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസിന്റെ എന്ത് കുറയടാ, ക്വാളിറ്റി മൈറ്റ് റെഡ്യൂസ് ചെയ്യും, എഫിഷ്യൻസിയും എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എടാ, ബാരിയേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ, എന്തൊക്കെ പറ്റും? സെറ്റ് ക്ലിയർ പ്രയോറിറ്റീസും ഡെഡ് ലൈൻസും വെക്കുക. കറക്റ്റ് ഇന്ന ടൈമിനുള്ളിൽ എല്ലാവരും ഇൻഫോം ചെയ്തിരിക്കണം. പിന്നെ എന്ത് ചെയ്യുക, റൈറ്റ് പീപ്പിളിനാണ് മെസ്സേജ് റിസീവ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. പിന്നെ എന്ത് ചെയ്യുക, സിമ്പിൾ ലാംഗ്വേജ് കഴിയുന്ന ഉപയോഗിക്കുക. പിന്നെ എന്ത് ചെയ്യാം, കൺഫേം ചെയ്യുക, റെസിപ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമുക്ക് വാട്സപ്പ് ആണെങ്കിൽ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടോ നോക്കിക്കൂടെ? യെസ്. അതേപോലെ തന്നെ റെസിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കീപ് വെർബൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റന്റ്. വെർബലും നോൺ വെർബൽ ആയിട്ടുള്ള സംസാര മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ടും എന്ത് ചെയ്യുക, നോൺ വെർബലും എന്ത് ചെയ്യുക, കൊണ്ടുവരിക. എടാ, ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരു മോഡലാണ് പഠിക്കാനുള്ളത്. 5 മോഡൽ, ലീവിറ്റിന്റെ 5 മോഡലാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ മോഡലാണ് മക്കൾ എന്ത്, ചെയിൻ ഓർ ലൈൻ മോഡല്. പിന്നെ വരുന്നതാണ് വൈ മോഡല്. പിന്നെ വരുന്നതാണ് വീൽ മോഡല്. പിന്നെ ഏതാടാ വരുന്നത്, ഓൾ ചാനൽ ഓർ ഓപ്പൺ മോഡല്. പിന്നെ ഏതാ, സർക്കിൾ. നമുക്ക് നോക്കാം. ലീവിറ്റ് ഐഡന്റിഫൈ 5 കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വിത്തിൻ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, 5 കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ. അതിൽ ഒന്നാമത്തേതാണ് വീൽ പാറ്റേൺ, പിന്നെ സർക്കിൾ പാറ്റേൺ, ഓൾ ചാനൽ പാറ്റേൺ, ചെയിൻ പാറ്റേൺ, പിന്നെ ഏതാ, വൈ പാറ്റേൺ. ഇവിടെ നോക്കിക്കേ, ചെയിൻ പാറ്റേൺ എങ്ങനെയാ ചെയ്യുന്നത്? എ ആണ്, എന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ബിയിലേക്ക് പോകും, സിയിലേക്ക് പോകും, ഡിയിലേക്ക് പോകും, ഇയിലേക്ക് പോകും, അങ്ങനെ. അടുത്ത നോക്കിക്കേ, എ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ സിയിലേക്ക് കൊടുക്കും, വൈയിലുള്ളത്. ബി എന്ത് ചെയ്യും, ബിയും ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, സിയിലേക്ക് കൊടുക്കും. ഈ സി വഴി എന്ത് ചെയ്യും, ഡിക്ക് കൊടുക്കും, ഇക്ക് കൊടുക്കും. ഇനി ഇവിടെ നോക്കിക്കേ, സെൻട്രൽ ആയിട്ട് എ നിൽക്കും. ഈ എ ആണ് ആർക്ക് ഡിസിഷൻ ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാറ്റേണിനെ പറയുന്ന പേരാണ് എന്ത്, വീൽ എന്ന് പറയുന്നത്.
ഇതാരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ലെവിറ്റ് ട്ടോ. ഇനി ഓൾ ചാനൽ ഓർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കിക്കേ. എ ഡി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എ സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എ ബി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എ ഇ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഓരോ ആൾക്കാരും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ബിന്റെ പോയിന്റിൽ നോക്കിക്കേ, ബി എ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ബി സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ബി ഡി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ബി ഇ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാവരുമായിട്ട് ഓൾ ചാനൽ ഓർ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, പാറ്റേൺ ആണ് അത്. ഓൾ ചാനൽ ഓർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ. ഇനി അടുത്ത മക്കൾ സർക്കിൾ പാറ്റേൺ നോക്കിക്കേ. എ എന്ത് ചെയ്യും? ബിയിലേക്ക് കൊടുക്കും, ബി സിയിലേക്ക് കൊടുക്കും, സി ഡിയിലേക്ക് കൊടുക്കും, ഡി ഇയിലേക്ക് കൊടുക്കും എന്നിങ്ങനെ പോകുന്ന പാറ്റേൺ ആണ്. ഓക്കെ. ഇനി മക്കളെ ഈ ചെയിൻ പാറ്റേണിനെ, വീൽ പാറ്റേണിനെ അല്ലെങ്കിൽ വൈ പാറ്റേണിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്. ഞാൻ ഒന്ന് അടയാളപ്പെടുത്തരാം. ഏതൊക്കെ പാറ്റേൺ എന്നറിയോ? ഈ ചെയിൻ പാറ്റേണിനെയും പിന്നെ ഏതാ പാറ്റേൺ? വീൽ പാറ്റേണിനെയും ഈ വൈ പാറ്റേണിനെയും നമ്മൾ വിളിക്കുക സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്. ഇതെന്തുകൊണ്ടാ മക്കളെ? മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ എ സെൻട്രൽ പേഴ്സൺ അല്ലെ? ഒരു സെൻട്രൽ പേഴ്സൺ വഴിയല്ലേ? ഇവിടെ ഒരു സെൻട്രൽ പേഴ്സൺ ഉണ്ട് സി, ഇവിടെ ഒരു സെൻട്രൽ പേഴ്സൺ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എയും ഒരു സെൻട്രൽ പേഴ്സൺ ആയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചെയിൻ പാറ്റേണിനെയും വൈ പാറ്റേണിനെയും വീൽ പാറ്റേണിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ പേര് വിളിക്കുക. ഇവിടെ എന്താ മക്കളെ? അൺഈക്വൽ ഇൻഫർമേഷൻ ആക്സസ് കിട്ടും. അതായത് ഒരാളോട് അധികം ഒന്നും പറയില്ല, അൺഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഇൻഫോർമേഷൻസ് കിട്ടും. ഇനി അടുത്തതാണ് മക്കളെ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്. ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ വരുന്നത് ആരൊക്കെയാണ്? സർക്കിൾ വരും, പിന്നെ ഓൾ ചാനലും കേട്ടോ. ഇത് രണ്ടുമാണ് ഏതിൽ വരുന്നത്? ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ വരുന്നത്. ഇവിടെ നോക്കിക്കേ, മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഫ്രീലി വിതൗട്ട് എ സെൻട്രൽ ഫിഗർ. ഇവിടെ സെൻട്രൽ ഫിഗർ ഉണ്ടോ? ഇല്ല. നോക്കിക്കേ, എ ബിനോട് സംസാരിക്കും, സിനോട് സംസാരിക്കും, ഡിനോട് സംസാരിക്കും, ഇനോട് സംസാരിക്കും, ഇ എനോട് സംസാരിക്കും, പിന്നെ ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടോ? നോ. അതാണ് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് എന്ന് ലെവിറ്റ് പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, എക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ എന്തില്ല മക്കളെ? ബാരിയേഴ്സ് ഒന്നുമില്ല. സെൻട്രൽ ഫിഗർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? ഫ്രീലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാനായി പറ്റും. ഇനി ഇവിടെ കീ കൺക്ലൂഷൻസ് നോക്കിക്കേ. ദ വീൽ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഫോർ പ്രോബ്ലം സോൾവിങ്. എടാ, പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാ പറയുന്നത്? ഈ വീൽ എന്ന് പറഞ്ഞ അപ്രോച്ച് ആണ് ഏറ്റവും ബെസ്റ്റ്. ഫോർ കോംപ്ലക്സ് പ്രോബ്ലംസ് ആണെങ്കിൽ ഓൾ ചാനൽ നെറ്റ്വർക്ക് അച്ചീവ് ദ ബെസ്റ്റ് ഡിസിഷൻ. അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ ഏറ്റവും നല്ലത് ഏത് ചാനലാണ്? ഓൾ ചാനലാണ്. കാരണം എന്താ? ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞ് പുതിയ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അടുത്തെന്താ മക്കളെ? സാറ്റിസ്ഫാക്ഷൻ ഈസ് ഹയസ്റ്റ് ഇൻ ദ സർക്കിൾ, fairly high in the all channel and lower in centralized network, except for the central figure who report high satisfaction. അതായത് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് കമ്മ്യൂണിക്കേഷനിലാണ്, സർക്കിൾ കമ്മ്യൂണിക്കേഷനിലാണ്. ബാക്കി സെൻട്രലൈസ്ഡ് കമ്മ്യൂണിക്കേഷനിലെ സാറ്റിസ്ഫാക്ഷൻ എന്താണെടാ? കുറവാണ്. ഇത് മക്കളെ ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാറ്റേൺസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വുഡ് ബി ബെസ്റ്റ് ഇഫ് ക്വിക്ക് ഡിസിഷൻ ഈസ് നീഡഡ്? ഒരു ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ, ക്വിക്കായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും മക്കളെ? ഏത് ചാനലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ? നിങ്ങൾക്ക് ഏത് ചാനലാ തോന്നുന്നത്? ഏറ്റവും ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ വീലാട്ടോ, വീൽ ചാനലാണ്. കാരണം എന്താ? അവിടെ സെൻട്രൽ ആയിട്ട് ഒരാളുടെ പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ എടുത്ത ഇയാൾ എന്നെ ബിനോട് സീനോടൊക്കെ എന്ത് ചെയ്യും? പോയി പറയും. അവിടെ അതിന്റെ ഇടയിൽ കോൺഫ്ലിക്ട് വരുമോ? ഇല്ല. വീൽ ചാനലാണ് ഏറ്റവും കമ്മ്യൂണിക്കേഷൻ ക്വിക്കായിട്ട് എടുക്കാനുള്ള ചാനൽ. വീഡിയോ ഒക്കെ അല്ലേ?